Assalamu alaikum. How are you? Okay, now we are going to discuss the remaining stanzas of the poem The Wreck of the Titanic, written by Benjamin Peck. Our previous class, we discussed the first 5 stanzas. In first 5 stanzas, the first 3 stanzas describe the beauty of the ship. Am I right? The poet calls the ship the poem of iron and steel. Do you remember that? Okay, remaining 2 stanzas describe the fateful night. On the fateful night, when it struck the huge iceberg, Captain Smith, the brave commander of the ship, never thought for a moment to serve himself. He stood on the bridge and called out to the crew to be brave and be true to the value of their nation. They answered his call to be British and made their country proud. Do you remember all? Okay, now we are going to discuss the remaining stanzas. The poem consists of 10 stanzas. Each of these stanzas is again made up of 4 lines. Hence, the entire poem consists of 40 lines in total. Let's move to our class. Are you ready to join with me? First, we discuss the 6th stanza. Read with me. And England and Ireland and Scotland and Wales proved there to the world their valor never fails. The women and children first was their cry, and every one of the crew stood by. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നു ഷിപ്പിന്റെ ക്യാപ്റ്റൻ എന്താ പറയുന്നത്? ബി ബ്രിട്ടീഷ്. നിങ്ങൾ ബ്രിട്ടീഷുകാരാണ്, അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കടമകൾ ചെയ്യണം. നിങ്ങൾ നിങ്ങളുടെ കടമകൾ ചെയ്യാതിരിക്കരുത്. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ജീവൻ എന്ത് ചെയ്യരുത്? രക്ഷിക്കാൻ ശ്രമിക്കരുത്. അതിന് പകരം എന്ത് ചെയ്യണം? ആ കപ്പലിൽ വരുന്ന യാത്രക്കാരെ രക്ഷിക്കണം എന്ന് പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഏറ്റെടുത്ത് ആ കപ്പലിലുള്ള അത്രയും തൊഴിലാളികൾ, ഇംഗ്ലണ്ട് എന്നായിക്കോട്ടെ, അയർലൻഡ് എന്ന് വന്നവരായിക്കോട്ടെ, സ്കോട്ട്ലൻഡ് വന്നവരായിക്കോട്ടെ, വെയിൽസ് എന്ന് വന്നവരായിക്കോട്ടെ, എവിടുന്ന് വന്നവരായ ശരി, അവര് കാണിച്ചു കൊടുത്തു അവരുടെ ആ ധൈര്യം, അവരുടെ ധീരത. അതാണ് പ്രൂവ്ഡ് there to the world their valor never fails. Valor means courage. Valor means courage. അവരുടെ courage, അവരുടെ ധൈര്യം എന്തല്ല, ചോർന്നു പോയിട്ടില്ല എന്ന് അവർ ഈ ലോകത്തിന് മൊത്തം കാണിച്ചു കൊടുത്തു. The women and children first was their cry. സ്ത്രീകളെയും കുട്ടികളെയും ഫസ്റ്റ് എന്ത് ചെയ്യണം? ബോട്ടിൽ കയറ്റി വിടാൻ പറഞ്ഞു. And every one of the crew stood by. അവർ പോകുന്നത് ആ കപ്പലിലെ ജോലിക്കാർ നോക്കി നിന്നു. അവർക്ക് രക്ഷപ്പെടാനുള്ള വഴി ഉണ്ടായിട്ട് പോലും അവർ സ്വയം രക്ഷയല്ല നോക്കിയത്, മറ്റുള്ളവരെ രക്ഷപ്പെടുത്താനാണ് ശ്രമിച്ചത്. Okay, 6th stanza. In this stanza, the poet says that men from all of the British Isles were present on the crew of the ship, and they all acted in a courageous way. They told the women and children to evacuate first and watched over everything when the evacuation started. Got it? Let's move to next stanza. 7th stanza. And the boats were lowered and sent away, that cut off all hope, serve eternity. And the Titanic sank from sight beneath the sea, while her band played nearer my God to thee. Poet ആ കപ്പൽ തകർന്നു പോകുന്ന സമയത്ത് എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നതെന്ന് ക്ലിയർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? പറഞ്ഞു തരുന്നുണ്ട് ഓരോരോ സ്റ്റാൻസയിലൂടെ, അല്ലെ, ഓരോരോ ലൈനിലൂടെ. ഇവിടെ പോയിട്ട് എന്താ പറയുന്നത്? ആൻഡ് ദ ബോട്ട്സ് വെയർ ലോവേർഡ് ആൻഡ് സെന്റ് അവേ. സ്ത്രീകളെയും കുട്ടികളെയും കയറ്റിയിട്ട ബോട്ട് എന്ത് ചെയ്യണേ? ദൂരേക്ക് പോകുന്നത് നോക്കി നിൽക്കുകയാണ് അതിലുള്ള ജോലിക്കാരെ. ദാറ്റ് കട്ട് ഓഫ് ഓൾ ഹോപ്പ്, സെർവ് ഇറ്റേണിറ്റി. അവരുടെ ജീവൻ രക്ഷിക്കാനുള്ള എല്ലാ പ്രതീക്ഷകളും അവർക്ക് അതോടുകൂടി നഷ്ടപ്പെട്ടു. അവർക്ക് മനസ്സിലായി അവരിനി മരിക്കാൻ പോവാണെന്ന്. ആൻഡ് ദ ടൈറ്റാനിക് സാങ്ക് ഫ്രം സൈറ്റ്. അവരുടെ മുൻപില് ടൈറ്റാനിക് കുറച്ചായിട്ട് എന്താണ് ആ കടലിലേക്ക് ഇങ്ങനെ താന്നു പോവായിരുന്നു. ബെനീത്ത് ദ സീ while her band played. അപ്പോഴും എന്ത് ചെയ്യണേ? അവിടെയുള്ള ബാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ആൾക്കാർ അപ്പോഴും മ്യൂസിക് പ്ലേ ചെയ്യണേ. അവരെന്താ പാടുന്നത്? നിയറർ മൈ ഗോഡ് ടു ദീ. ദീ എന്ന് പറഞ്ഞാൽ യു, ദൈവമേ നിന്റെ അടുത്തേക്ക് ഞങ്ങൾ ഇതാ വരുന്നു എന്ന പാട്ട് ഇങ്ങനെ പാടി മ്യൂസിക് പ്ലേ ചെയ്യാണ് ചെയ്യുന്നത്. അവർക്കറിയാം അവരിവിടെ നിന്ന് രക്ഷപ്പെടില്ല എന്ന്. അപ്പൊ അവിടെയുള്ള ബാൻഡിന്റെ ഗ്രൂപ്പ്, അല്ലെ, മ്യൂസിക് ഗ്രൂപ്പ് എന്ത് ചെയ്യാ ചെയ്യുന്നത്? പ്ലേ ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ്. In this stanza, the poet describes how the poet that had been built for just such an eventuality were now put into the water.
As they sailed away, the crew knew that there was no way that they themselves could be served. As the Titanic kept sinking, the band on board played the hymn entitled Nearer My God to Thee. Got it? Let's move to next stanza. Okay, 8th stanza. Was there ever a scene so awfully grand as that sinking ship with her playing band? All glory to Smith and the Titanic's man. They bring Trafalgar's heroes to memory again. Was there ever seen so awfully grand? ഇങ്ങനത്തെ ഒരു സീൻ നിങ്ങൾ ഇതിന്റെ മുൻപ് കണ്ടിട്ടുണ്ടാവില്ല എന്നാണ് പോയിട്ട് പറയുന്നത്. വാസ് ദെയർ എവർ എ സീൻ ടു awfully grand? ഇത്രയ്ക്കും ഗ്രാൻഡ് ആയിട്ടുള്ള, ഇത്രയ്ക്കും വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു സീൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. കാരണം അവർക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്നറിഞ്ഞിട്ട് പോലും ആ ജോലിക്കാർ മറ്റുള്ളവരെ രക്ഷപ്പെടുത്തി. ഇനി അവരിതിൽ മരിച്ചു പോകുമെന്ന് അവർക്കറിയാം. ആ ഒരു സീൻ അദ്ദേഹം കറക്റ്റ് ആയിട്ട് നമുക്ക് കാണിച്ചു തരികയാണ്. ആസ് ദാറ്റ് സിംഗിങ് ഷിപ്പ് വിത്ത് ഹർ പ്ലേയിങ് ബാൻഡ്, എന്നുവെച്ചാൽ മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പൽ, അതിൽ കുറെ ആൾക്കാർ എന്ത് ചെയ്യണേ, മ്യൂസിക് പ്ലേ ചെയ്യാം. ഓൾ ഗ്ലോറി ടു സ്മിത്ത് ആൻഡ് ദ ടൈറ്റാനിക്സ് മാൻ. എല്ലാ എന്താണ്, ഏത് വാക്കുകൾ എടുത്തു പറയണം, ആരെ കുറിച്ച് പറയണം? സ്മിത്തിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ജോലിക്കാരെ കുറിച്ചും. ഓൾ ഗ്ലോറി ടു സ്മിത്ത് ആൻഡ് ദ ടൈറ്റാനിക്സ് മാൻ. ദ ബ്രിങ് ട്രഫൽഗാർസ് ഹീറോസ് ടു മെമ്മറി അഗെയിൻ. ട്രഫൽഗാർ എന്ന സ്ഥലത്ത് വെച്ചാണ് ഇംഗ്ലണ്ടിന്റെ റോയൽ നേവി ഫ്രാൻസിന്റെയും സ്പെയിനിന്റെയും നേവികളെ ഒറ്റയ്ക്ക് എതിർത്ത് തോൽപ്പിച്ചത്. അപ്പൊ ഇംഗ്ലണ്ടിന്റെ റോയൽ നേവിയിലുള്ള അവരെ പോലെ തോന്നിക്കുന്നുണ്ട് ഇപ്പൊ ആര്? സ്മിത്തും അവരുടെ ജോലിക്കാരും. അപ്പൊ was there ever a scene so awfully grand as that singing ships with her playing band? All glory to Smith and the Titanic's man. They bring Trafalgar's heroes to memory again. Next. In this stanza, the poet says that there was no more magnificent scene than that the band playing on the singing Titanic. Captain Smith and his crew were as brave as the soldiers who had fought and won the Battle of Trafalgar against the French troops. Got it? Next. 9th stanza. And that heart-thrilling tale of the Alamo, and the last grand charge of Waterloo, and that charge of the Light Brigade as well, and Jim Bludso's act on the Prairie Belle. അപ്പോൾ ഇതതിന് മുന്നേ ട്രഫൽഗാർ ഹീറോസ് എന്നാണ്. ട്രഫൽഗാർ ഹീറോസിനെ പോലെ തോന്നിക്കുന്നു ആരൊക്കെ? ക്യാപ്റ്റൻ സ്മിത്തും അദ്ദേഹത്തിന്റെ കൂട്ടാളികളും ചെയ്യുന്ന ആ ധീരമായ പ്രവൃത്തി കാണുമ്പോൾ ട്രഫൽഗാർ ഹീറോസിനെ പോലെ തോന്നുന്നു. ട്രഫൽഗാർ എന്ന് പറഞ്ഞ യുദ്ധത്തിൽ എന്താണ് വിജയം വരിച്ച ആ ഹീറോസിനെ പോലെ തോന്നുന്നു. അതുപോലെ പിന്നെ ആരൊക്കെ പോലെയാണ് അവരെ കാണുമ്പോൾ തോന്നുന്നത് എന്നാണ് 9th സ്റ്റാൻസയിൽ പോയിട്ട് പറയുന്നത്. ആൻഡ് ദെൻ ഹാർട്ട് ത്രില്ലിംഗ് ടെയിൽ ഓഫ് ദ അലാമോ. അലാമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ടെക്സിക്കൻ പട്ടാളം മെക്സിക്കൻ പട്ടാളത്തെ തോൽപ്പിക്കുകയും വിപ്ലവത്തിന് അന്ത്യം വരുത്തുകയും ചെയ്തു. അലാമോ എന്ന് പറയുന്ന സ്ഥലത്ത് നടന്ന യുദ്ധത്തില് ടെക്സിക്കൻ പട്ടാളം എന്തായി, മെക്സിക്കൻ പട്ടാളത്തെ തോൽപ്പിക്കുകയും അവിടെ നടന്ന വിപ്ലവത്തിന് അന്ത്യം വരുത്തുകയും ചെയ്ത സ്ഥലമാണ് അലാമോ. അപ്പൊ അലാമോയിലെ ആ ജയിച്ച ആ ടെക്സിക്കൻ പട്ടാളം അവരെ പോലെയും തോന്നിക്കുന്നുണ്ട്. പിന്നെന്താ പറയുന്നത്? ആൻഡ് ദ ലാസ്റ്റ് ഗ്രാൻഡ് ചാർജ് അറ്റ് വാട്ടർലൂ. വാട്ടർലൂല് നെപ്പോളിയനെ എന്ത് ചെയ്തിട്ടുണ്ട്? തകർത്തിട്ടുണ്ട്. അവിടെയും ജയിച്ച ആൾക്കാരെ പോലെയാണ് ആരെ തോന്നുന്നത്? നമ്മളുടെ ക്യാപ്റ്റൻ സ്മിത്തിനെയും കൂട്ടാളികളെയും തോന്നുന്നത്. ആൻഡ് ദ ചാർജ് ഓഫ് ദ ലൈറ്റ് ബ്രിഗേഡ്. ലൈറ്റ് ബ്രിഗേഡ് എന്ന് പറഞ്ഞാൽ 1854 ഇംഗ്ലീഷ് ആർമി റഷ്യക്കാർക്കെതിരായി യുദ്ധം ചെയ്യുന്നതാണിത്. ഇംഗ്ലീഷ് ആർമി റഷ്യക്കാർക്കെതിരെ യുദ്ധം ചെയ്ത് ജയിക്കുന്നുണ്ട്. അപ്പൊ അവിടെ ജയിച്ച ഹീറോസിനെ പോലെയും നമ്മളുടെ സ്മിത്തിനെയും കൂട്ടാളികളെയും തോന്നുന്നുണ്ട്. ആസ് വെൽ അതുപോലെ എന്താണ് ജിം ബ്ലൂഡോസ് ആക്ട് ഓൺ ദ പ്രേറി ബെല്ലി. ജിം ബ്ലൂഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജിം ബ്ലൂഡോയുടെ ധൈര്യമായ പ്രവൃത്തി. അദ്ദേഹം എന്താ ചെയ്തത്? മിസിസിപ്പി നദിയിൽ മുങ്ങിയ പ്രേറി ബെൽ എന്ന കപ്പലിന്റെ എഞ്ചിനീയർ ആയിരുന്നു ആര്? ജിം. മിസിസിപ്പി നദിയിൽ മുങ്ങിയ പ്രേറി ബെൽ എന്ന കപ്പലിന്റെ എഞ്ചിനീയർ ആയിരുന്നു ജിം. യാത്രക്കാരെ രക്ഷപ്പെടുത്തുന്നതിടെ അദ്ദേഹം മരിച്ചു പോവുകയാണ് ചെയ്തത്. അപ്പോ ജിം ബ്ലൂഡോസിനെ ഓർമ്മിപ്പിക്കുന്നു. ജിം ബ്ലൂഡോസിനെ അവിടെ എല്ലാവരും ഓർത്തു പോകുന്നു. എന്നുവെച്ചാൽ അദ്ദേഹം ഇതെന്താ ചെയ്തത്? ഒരു കപ്പലിലുള്ള ആൾക്കാരെ രക്ഷിക്കാൻ വേണ്ടി സ്വയം ജീവൻ ത്യാഗം ചെയ്യാണ് ചെയ്തത്. ജിം ബ്ലൂഡോസ് ആക്ട് ഓൺ ദ Prairie Belle. 9th stanza. In this stanza, the poet compares the crew of the Titanic to the brave men in real life as well as in poetry. The ones who had fought at the Alamo and the ones who had defeated Napoleon at Waterloo, as well as the ones
described in The Charge of the Light Brigade and the Jim Bludso of the Prairie Belle. Got it? Next, let's move to next stanza, 10th. And with this down the corridor of all time, the Titanic's story shall sound sublime, for never was courage more noble and true than was shown on that night by the Titanic's crew. ഇപ്പൊ നമ്മൾ ഇതിന്റെ മുൻപേ കുറെ ആൾക്കാരെ പറഞ്ഞു. ജിം ബ്ലൂഡോസിനെ പോലെ തോന്നുന്നു, പിന്നെ ലൈറ്റ് ബ്രിഗേഡിനെ പോലെ തോന്നുന്നു, വാട്ടർലൂവിൽ നടന്ന് ജയിച്ച ആൾക്കാരെ പോലെ തോന്നുന്നു, പിന്നെ അലാമോ യുദ്ധത്തിൽ ജയിച്ച ആൾക്കാരെ പോലെയൊക്കെ സ്മിത്തിനെയും കൂട്ടാളികളെയും തോന്നുന്നു എന്ന് പറഞ്ഞു. ആൻഡ് വിത്ത് ഓൾ ദീസ്, അവരെ കൂടെ തന്നെ നമ്മൾ ഈ ടൈറ്റാനിക് കപ്പലിലെ ആൾക്കാരെ രക്ഷിക്കാൻ വേണ്ടി ജീവൻ ത്യജിച്ച സ്മിത്തിനെയും കൂട്ടാളികളെയും നമ്മൾ ഓർക്കും ഏത് കാലത്തും. ആൻഡ് വിത്ത് ദീസ് ഡൗൺ ദ കോറിഡോർസ് ഓഫ് ഓൾ ടൈം ദ ടൈറ്റാനിക് സ്റ്റോറി ഷാൾ സൗണ്ട് സബ്ലൈം, ഫോർ നെവർ വാസ് കറേജ് മോർ നോബിൾ ആൻഡ് ട്രൂ. അവരുടെ ആ ധൈര്യം, അവരുടെ ആ വിശ്വാസം, അവരുടെ ആ ധൈര്യം എന്നും ഓർക്കുക തന്നെ ചെയ്യും. ദെൻ വാസ് ഷോൺ ഓൺ ദാറ്റ് നൈറ്റ് ബൈ ദ ടൈറ്റാനിക്സ് ക്രൂ. ഷിപ്പും ആ ഷിപ്പിലുള്ള ക്യാപ്റ്റനും അദ്ദേഹത്തിന്റെ കൂട്ടാളികളും ചെയ്ത ആ ധീരമായ പ്രവൃത്തി ലോകം ഉള്ളിടത്തോളം കാലം അത് ഓർക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഈ പോയം ഇവിടെ അവസാനിക്കുകയാണ്. ഓക്കെ, നെക്സ്റ്റ്. In this stanza, the poet says that the story of the Titanic deserves a place in history with all the heroes described in the previous stanza. In fact, the courage shown by the crew of the Titanic on the night it sank was unparalleled in his opinion. Next, we are going to discuss the poetic device in this poem. First, rhyming scheme. Do you know how to find out the rhyming scheme? Okay. First, each of the 10 stanzas in Wreck of the Titanic follows the same simple rhyme scheme, AABB. First line is here. Out of Southampton she sung with a stream, a poem of iron and steel, a sea dream. And thousands on shore watched her steaming away, the largest and grandest of all ships that day. First line we put A, then next line also dream, stream, dream, same sound, so we put A. Then next line away and day, this also same sound, for B. അപ്പോൾ ഇതിന്റെ റൈം സ്കീം എങ്ങനെ എഴുതുന്നത്? AABB. നെക്സ്റ്റ്, ഫൈൻഡ് ഔട്ട് ദ റൈമിംഗ് വേർഡ്സ് ഇൻ ഈച്ച് സ്റ്റാൻസ. 10 സ്റ്റാൻസ ഉണ്ട്, അതിന്റെ റൈമിംഗ് വേർഡ്സ് നിങ്ങൾ എന്ത് ചെയ്യണം? ഓരോരോ ലൈനിന് സ്റ്റാൻസ 1 റൈമിംഗ് വേർഡ്സ് സ്ട്രീം, ഡ്രീം, സ്ട്രീം എഴുതുക, ഹൈഫൻ ഉണ്ട്, ഡ്രീം. അതേമാതിരി എവേ, നെക്സ്റ്റ് ലൈനിൽ എവേ ആൻഡ് ഡേ. അതേപോലെ ഈ 10 സ്റ്റാൻസേറ്റ് നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് എഴുതണം. ഓക്കെ, ഡോണ്ട് ഫോർഗെറ്റ്. നെക്സ്റ്റ്, poetic device, personification. This device is used to bestow human qualities on something that is not human. In this poem, the poet uses the device of personification with respect to the Titanic. This is most apparent when he refers to the ship with the singular personal pronoun she. ഇപ്പോൾ പേഴ്സോണിഫിക്കേഷൻ എന്നറിയാം, നമ്മൾ എന്താണ് പേഴ്സന്റെ ക്വാളിറ്റീസ് പേഴ്സൺ അല്ലാത്തതിൽ ആട്രിബ്യൂട്ട് ചെയ്യുക, അതാണ് പേഴ്സോണിഫിക്കേഷൻ. ഇപ്പൊ നമുക്കറിയാം ടൈറ്റാനിക് എന്ന് പറയുന്നത് ഒരു കപ്പലാണ്, ബട്ട് ആ കപ്പലിനെ പോയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഷീ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഔട്ട് ഓഫ് സൗതാംപ്ടൺ ഷീ സങ് വിത്ത് എ സ്ട്രീം, അവിടെ ഷീ എന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? പോയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഷീ എന്ന് പറയുന്നത് പേഴ്സണിന് കൊടുക്കുന്ന പ്രോണൗൺ ആണ്, ബട്ട് അത് ഇവിടെ ഏതിനെ കൊടുത്തിട്ടുള്ളത്? ടൈറ്റാനിക് എന്ന് പറയുന്ന മനോഹരമായ വലിയ കപ്പലിനാണ് ഇവിടെ ഷീ എന്ന് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഷീ എന്നുള്ള പേര് അവിടെ മെൻഷൻ ചെയ്ത് കാരണം അത് പേഴ്സൺ അല്ല, പേഴ്സൺ അല്ലാത്ത ഒരാൾക്ക് പേഴ്സണെ കുറിക്കുന്ന നെയിംസ് എന്ത് കൊടുത്തിരുന്നുണ്ട്, അവിടെ യൂസ് ചെയ്തിരിക്കുന്ന പോയറ്റിക് ഡിവൈസ് എന്താണ്? പേഴ്സോണിഫിക്കേഷൻ. Got it? Next, poetic device, metaphor. This device is used when a covert comparison is made between two different things or ideas. In this poem, the poet uses the device of metaphor in line 2 when he compares the ship called the Titanic with a poem composed of iron and steel and also compares it with a dream. So, this device is used when a covert comparison is made between two different things. Metaphor നമുക്ക് എപ്പോഴാണ് യൂസ് ചെയ്യാന്നറിയാം. മെറ്റഫറും സിമിലിയുള്ള ഡിഫറൻസ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലെ. അതുപോലെ ഇതുപോലെ എങ്ങനെ പോലെ അല്ലെങ്കിൽ ലൈക്ക് സോ ആസ് എന്നുള്ള വേർഡൊക്കെ ഉണ്ടെങ്കിൽ അവിടെ സിമിലി ആയിരിക്കും യൂസ് ചെയ്തിരിക്കുക. പക്ഷെ ഇപ്പൊ ഇവിടെ മെറ്റഫർ എന്ന് പറഞ്ഞാൽ ഇവിടെ സെക്കൻഡ് ലൈനിൽ ഫസ്റ്റ് സ്റ്റാൻസയിൽ സെക്കൻഡ് ലൈൻ എ പോയം ഓഫ് അയൺ ആൻഡ് സ്റ്റീൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് എന്താണ്? ആ കപ്പൽ ഒരു പോയമാണ്,
അയൺ ആൻഡ് സ്റ്റീൽ കൊണ്ട് നിർമ്മിച്ച ഒരു പോയം ആണെന്ന് അതുപോലെയാണ് എന്നല്ല പറയുന്നത്, അതാണെന്നാ പറയുന്നത്. അപ്പൊ അവിടെ യൂസ് ചെയ്തിരിക്കുന്ന പോയറ്റിക് ഡിവൈസ് മെറ്റഫർ. അപ്പൊ എ പോയം ഓഫ് അയൺ ആൻഡ് സ്റ്റീൽ, എ സീ ഡ്രീം എന്നൊക്കെ പറയുന്നില്ലേ, അതാണ് മെറ്റഫർ. ഓക്കെ, നെക്സ്റ്റ് അസൈൻമെന്റ്. The crew of the Titanic were real heroes because even in the face of death, they were duty bound, upholding certain values and principles. Do you know any such person who has unhelped moral values and principles even in the moment of the death? Have you heard? Read about any such persons. Share your answer. Next assignment. Read the poem more critically again and think of it in terms of its theme, emotions, language and relevance. Add more points to each of the boxes given below related to the theme, emotion, language and relevance of the poem. You should write the critical appreciation of the poem. Okay. Next. Okay. Thank you. We will soon. Assalamu alaikum.